ഡോക്ടർ കെ ജയപ്രസാദ്, ഈ കുത്തഴിഞ്ഞ സംവിധാനത്തിൽ ആരെങ്കിലും ഒരാൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടേ? ഇപ്പോൾ 13 പേർ അറസ്റ്റായിട്ടുണ്ട്. ആ 13 പേരാണ് എല്ലാ കുറ്റവും ചെയ്തത് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചത്. പക്ഷേ നമുക്കറിയാം അതങ്ങനെയല്ല എന്ന്. ഈ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടതില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? രാജ്യത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭം ഈ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിപക്ഷ പാർട്ടികളുടെയും സമരങ്ങളെ മാറ്റിവെക്കൂ. വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി അവർ പറയുന്ന വാക്കുകൾ കേൾക്കാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാകേണ്ടതല്ലേ? കഴിഞ്ഞ മെയ് 3-നാണ് നീറ്റ് UG പരീക്ഷ നടക്കുന്നത്. ആ പരീക്ഷ ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യവും, അതായത് ചോദ്യപേപ്പർ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യം വളരെ ദുഃഖകരമാണ്. 22 ലക്ഷം കുട്ടികൾ, അവരുടെ കുടുംബാംഗങ്ങളുടെ കോടിക്കണക്കിന് ആൾക്കാരുടെ അല്ലെങ്കിൽ ആ തരത്തിൽ അവർക്ക് ഒരുപാട് മാനസിക സംഘർഷം ഉണ്ടാക്കിയൊരു വിഷയമാണ്. അതിന് സർക്കാർ നിയമപരമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് റെക്ടിഫിക്കേഷന് വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായിട്ട് കഴിഞ്ഞ മെയ് 12-ാം തീയതി ആ പരീക്ഷ ക്യാൻസൽ ചെയ്യുകയും ജൂൺ 21-ന് പുനഃപരീക്ഷ നടത്തുകയും ചെയ്തു. ജൂലൈ 16-ന് അതിൻ്റെ റിസൾട്ട് വരികയും അത് മെഡിക്കൽ കൗൺസിൽ അതുപോലെ അതാത് സംസ്ഥാനങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഈ സമരം മെയ് 3-നോ അല്ലെങ്കിൽ മെയ് 12-ന് മുമ്പാണ് ഈ സമരം നടത്തിയിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ സമരത്തെ 100% ഞാൻ പിന്തുണയ്ക്കുമായിരുന്നു. ഈ സമരം നടത്തുന്നത് മറ്റൊരു അജണ്ടയാണെന്ന് ഇതിൻ്റെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും. അതായത് കഴിഞ്ഞ മെയ് 15-ാം തീയതിയാണ് ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു പൊതു താല്പര്യ ഹർജിയുമായി, അതായത് വ്യാജ LLB ഡിഗ്രിയുമായി ബന്ധപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തുകയുണ്ടായി. അതായത് തൊഴിലില്ലാത്ത അലസരായിട്ടുള്ള ചെറുപ്പക്കാരെ പാറ്റകളെയുമായിട്ട് ഉപമിക്കുന്ന അദ്ദേഹം തന്നെ അത് ക്ലാരിഫൈ ചെയ്തു. അത് 15-ാം തീയതിയാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. അതിനുശേഷം 16-ാം തീയതി അമേരിക്കയിൽ നിന്ന് ആണ് ഇതിനെതിരായ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ് വരുന്നത്. അഭിഷേകിൻ്റെ ദീപകിൻ്റെ ഒരു പോസ്റ്റ് വരുന്നു. അതിനുശേഷം CJP എന്ന് പറയുന്ന അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി രൂപം കൊള്ളുന്നു. അപ്പോൾ ഈ സമയത്തൊന്നും അതിനുശേഷം ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അദ്ദേഹം ലാൻഡ് ചെയ്യുന്നു, സമരം മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ സമയത്തൊന്നും ഇന്ത്യയിലെ യഥാർത്ഥ പ്രതിപക്ഷം അനങ്ങിയില്ലെന്നാണ്. ചടങ്ങിന് ചില സമരങ്ങൾ നടത്തിയിട്ട് കഴിഞ്ഞ ജൂൺ 17-ാം തീയതി രാജസ്ഥാനിലെ കോട്ടയിൽ പ്രതിപക്ഷ നേതാവ് ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം കഴിഞ്ഞ ഏതാണ്ട് 17 ദിവസം നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്നില്ല. ജൂൺ 6-ാം തീയതി 7-ാം തീയതി ജൂലൈ 6-ാം തീയതിക്ക് ശേഷം അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ സമരത്തിലേക്ക് വരുന്നത്. അതായത് ഈ സമരം നടക്കുന്നത് നേരത്തെ നടന്ന നമ്മുടെ കർഷക സമര സമയത്തും അതുപോലെ പൗരത്വ ബില്ലിനെതിരായ സമരത്തിലുമൊക്കെ കണ്ടതുപോലെയുള്ള ഒരു അന്താരാഷ്ട്ര അജണ്ട ഇതിൻ്റെ പുറകിലുണ്ട്. കാരണം ഞാനിത് പറയാൻ കാരണം നമ്മുടെ രാജ്യമായ ബംഗ്ലാദേശിൽ ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി സ്പോൺസർ ചെയ്യുന്ന, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന, നമുക്കറിയാമല്ലോ അമേരിക്ക തന്നെ ഓൺ ചെയ്തതാണ്, ആ തരത്തിൽ ഒരു പ്രക്ഷോഭം നടക്കുന്നു. അത് പിന്നീട് നമ്മൾ കാണുന്നത് നേപ്പാളിൽ കണ്ടു. അതിനു മുമ്പ് തന്നെ ശ്രീലങ്കയിലും മറ്റൊരു തരത്തിൽ നടന്നിരുന്നു. അപ്പോൾ അതുപോലെയുള്ള ഒരു ജനകീയ സമരത്തിന് ഇതിനെ ഒരു കാരണമാക്കിയത് യഥാർത്ഥത്തിൽ ഇത് വളരെ ഗുരുതരമായ വിഷയമാണ്. ഞാൻ ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏതാണ്ട് 35 വർഷം അധ്യാപകനായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലും വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം എനിക്കിതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ NTA-യുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാം. ആ തരത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ 20 വർഷത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 2014-ന് മുമ്പ് നടന്ന ഗുരുതരമായ വിഷയങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയുടെ ഇനിഷ്യേറ്റീവിലാണ് മുമ്പ് നടത്തിയിരുന്ന ഓൾ ഇന്ത്യ എൻട്രൻസ് എന്നുള്ള AIPMT എന്ന് പറയുന്ന ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് എന്നുള്ളൊരു, അതായത് അന്ന് സെൻട്രൽ ഗവൺമെൻറ് കോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള 15% സീറ്റിനുള്ള പരീക്ഷകളാണ്. ആ പരീക്ഷയിലെ നിരന്തരമായ ക്രമക്കേടിൻ്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയാണ് ഒരു നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് 2013-ൽ അത് വരികയും പിന്നെ അത് എൻട്രൻസ് നടന്നെങ്കിലും അത് വിജയിക്കാതെ പോയി. പിന്നെ 2016-ന് ശേഷമാണ് ഇന്നത്തെ നീറ്റ് വരുന്നതും 2017-ന് ശേഷമാണ് NTA എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങുന്നത്. അത് നമ്മൾ PSC പോലെ തന്നെ മിനിസ്ട്രിയിൽ നിന്ന് തികച്ചും സ്വതന്ത്രമായ ഒരു സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ളൊരു ബോഡിയാണ്. അതിന് ഒരുപാട് പരിമിതികളുണ്ടാവാം, അതിനോട് ന്യൂനത ഉണ്ടാവാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 2024-ൽ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മിറ്റിയെ വയ്ക്കും. അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് അതിൻ്റെ മുന്നിൽ നിർദ്ദേശം വെച്ച ഒരാളാണ്. ഈ സമരം നടത്തുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയോ ഇതിൻ്റെ നേതാക്കളോ ഇവിടെ സംസാരിച്ച ജോൺ ബിട്രാസിനെ പോലുള്ള ആളുകളോ ഇതിൻ്റെ ന്യൂനതകളോ ഇത് പരിഹരിക്കുന്നതിനുള്ള വിഷയങ്ങളോ പറയുന്നത് വെറും രാഷ്ട്രീയമായിട്ടുള്ള ഒരു മന്ത്രിയുടെ രാജി അവർ ഒതുങ്ങുകയാണ്. ഈ മന്ത്രിയുടെ രാജി ഈ വിഷയം തീരുന്നില്ല. കാരണം നമ്മുടെ സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്താണ്? ഈ വിദ്യാർത്ഥികളോട്
സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്താണ്? അങ്ങ് ഈ പറയുന്ന സമരം ചെയ്യാനെടുത്ത സമയത്തെക്കുറിച്ച് അങ്ങ് പരിഹസിക്കുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നീറ്റ് വിഷയം നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമര രൂപത്തിലേക്ക് എത്തിയില്ല എങ്കിൽ കൂടി ആ വിഷയം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളതാണ്. സമരത്തേക്ക് എത്തിയിട്ടില്ല, അതിൽ കോൺഗ്രസ് മറുപടി പറയട്ടെ. പക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രൂപത്തിലേക്ക് വരുന്നതും അതിനുശേഷം ഈ വിഷയം ഏറ്റെടുത്ത സമരത്തിലേക്ക് വരുന്നതും നിങ്ങൾക്ക് ആ സമരത്തിന്റെ ഈ പറയുന്ന അഭിജിത് ദീപ്കയെ പോലെ ഈ സമരം ഈ പാർട്ടി രൂപീകരിച്ചവരെ നിങ്ങൾക്ക് പരിഹസിക്കാം. പക്ഷേ അവിടേക്ക് കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ അവർ പറയുന്ന പരാതികൾ അവർ ആരുടെ മുന്നിൽ പറയണം? ശ്രീ ജയപ്രസാദ്, അവർ പറയുന്ന കളവാണെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അവിടെ കരഞ്ഞു പറയുന്ന മാതാപിതാക്കൾ അങ്ങ് കാണുന്നില്ലേ? ഈ മരിച്ചു വീണ കുട്ടികൾ 13 എന്നാണ് ഔദ്യോഗിക കണക്ക്, പക്ഷേ 20-ലധികം പേരുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടേ? ഇതിനുള്ള ഉത്തരവാദിത്വം സർക്കാരിനില്ലേ? ശ്രീ ജയപ്രസാദ്, സമരം തുടങ്ങിയ സമയമാണോ അങ്ങേക്ക് പ്രശ്നം? അല്ലല്ല, തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അത് ഞാൻ പറയാൻ കാരണം കേരളത്തിലെ PSCയുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ വിഷയങ്ങളുണ്ടായി. ഇപ്പം ജോൺ ബ്രിട്ടാസിന്റെ പാർട്ടി ഭരിച്ചിരുന്ന 10 വർഷത്തിനുള്ളിൽ നമുക്കറിയാം പോലീസ് കോൺസ്റ്റബിൾ ഇഷ്യൂ മുതലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിലും കേരളത്തിലെ PSCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും അവിടെ നമ്മൾ മന്ത്രിയെ ഒന്നും രാജിവെക്കാൻ ആരും പറഞ്ഞില്ല, മന്ത്രിസഭയ്ക്കെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ രക്ഷാപ്രവർത്തനം നടത്തിയതിനെ ന്യായീകരിച്ച ജോൺ ബ്രിട്ടാസ് ആണ് ഇപ്പം നമ്മളുടെ ഡൽഹിയിലെ വളരെ ഭീകരമായ അന്തരീക്ഷം. ഒരുപാട് ദേശീയ ചാനലുകൾ നമുക്ക് വിഷയത്തിൽ ഊന്നി സംസാരിക്കുമ്പോൾ ഈ വിഷയത്തിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുണ്ട്. അങ്ങ് ഈ കുഞ്ഞുങ്ങളുടെ കുടുംബത്തെ കാണുന്നില്ലേ? അവർ അവിടെ കരഞ്ഞ് പ്രതികരിക്കാനെത്തുന്ന മാതാപിതാക്കളെ അങ്ങ് കാണുന്നില്ലേ? ഇത് രാജ്യദ്രോഹമാണെന്ന് അങ്ങേക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അങ്ങ് ഒരു അധ്യാപകനായിരുന്നില്ലേ? അല്ലല്ല, ഈ വിഷയത്തിൽ വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടല്ലോ. എൻ്റെ 2 കുട്ടികളും ഇതുപോലെ പ്രവേശന പരീക്ഷകളിലൂടെ UG PG ഒക്കെ വിജയിച്ച ആളുകളാണ്. എനിക്കിതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം അറിയാം. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഈ സമരം നടത്തേണ്ടിയിരുന്നത്, ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ സമരം നടത്തേണ്ടിയിരുന്നത് കഴിഞ്ഞ മെയ് 3-ാം തീയതിക്കും 12-ാം തീയതിക്കും ഇടയിലായിരുന്നു. ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു പാർട്ടി രൂപം കൊണ്ടില്ലായിരുന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഞാൻ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ NTA എന്ന് പറയുന്ന ഇപ്പൊ ഏതാണ്ട് കഴിഞ്ഞ ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ്. അങ്ങ് ഉടനെ PSCയിലേക്കും രക്ഷാപ്രവർത്തനത്തിലേക്കും PSC പോലെ സ്വതന്ത്രമായ ഒരു ഏജൻസിയാണ് PSC പോലെ. അതിന്റെ ധാർമ്മികമായോ നിയമപരമായോ ഉത്തരവാദിത്വം മന്ത്രിക്കുണ്ടായാലും യാതൊരു സംശയമില്ല. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു മുഴുവൻ സമയ പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവ് എന്നും ഹാജർ ഒപ്പിടണം എന്നുള്ളതാണ്. അങ്ങേ പോലുള്ളവർക്ക് പ്രതിപക്ഷ നേതാവ് എന്നും ഈ രാജ്യത്ത് ഹാജർ ഒപ്പിടണം. അദ്ദേഹം 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച അദ്ദേഹത്തിന് മാറി നിൽക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് സ്വകാര്യ ജീവിതമൊന്നും ഇല്ലല്ലോ. ഇവിടുത്തെ പ്രധാനമന്ത്രി എവിടെ? പാർലമെന്റിൽ പ്രധാനമന്ത്രി വന്നിട്ട് എത്ര ദിവസമായി? ഞാൻ അതിന്റെ രാഷ്ട്രീയ വശമല്ല പറയുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് രാജിവെക്കുക എന്ന് പറഞ്ഞത് രാഷ്ട്രീയ വിഷയമാണ്. ഞാൻ പറഞ്ഞത് NTA പോലുള്ള ഒരു ഏജൻസി നാളെയും പരീക്ഷകൾ നടത്തും. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് ഇപ്പം 15ഓളം മേജർ നാഷണൽ എൻട്രൻസ് പരീക്ഷ നടത്തുന്നുണ്ട്. 90% പരീക്ഷകളും വിജയകരമായി നടത്തിയിട്ടുണ്ട്. അതിനകത്ത് നീറ്റ് തന്നെ 2024 ഉൾപ്പെടെയുള്ള നീറ്റ് വിഷയം ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ട് എന്നതിന്റെ ഉത്തരവാദിത്തം ആർക്ക് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ശ്രീ NP ആഷ്ലിയിലേക്ക് പോകുന്നു. സെന്റ് സ്റ്റീഫൻസ് കോളേജ് അധ്യാപകൻ. തീർച്ചയായിട്ടും ഞാൻ സർക്കാരിനെ ഇതിനകത്ത് നിന്ന് കുറ്റവിമുക്തനാക്കുന്നതേ ഇല്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.